ഹലോ, നമുക്കിന്ന് മുട്ടസുർക്ക എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. ആദ്യം തന്നെ ഇതിന് വേണ്ടത് പച്ചരിയാണ്. പച്ചരി ഒരു 6 മണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്ത് വെക്കുക. അതിനുശേഷം വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞ് 2 കപ്പ് അളവാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ 2 കപ്പ് പച്ചരി എന്ത് ചെയ്യുക, മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കാം. ഇനി ഇതിന് വേണ്ടിയിട്ട് 1.25 കപ്പ് ചോറും കൂടി വേണം. ഈ ചോറും അളന്നെടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യമുള്ളത് ഒരു കോഴിമുട്ടയാണ്. ഈ കോഴിമുട്ടയും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഇതിനാവശ്യമുള്ള 3/4 കപ്പ് വെള്ളവും ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുത്ത മാവ് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കാം. പിന്നെ ഇനി ഇതിനാവശ്യമുള്ളത് ക്യാരറ്റാണ്. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് ഒരു 3/4 കപ്പോളം ഉണ്ട്, അത് ഇതിലിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ എരിവിന് ആവശ്യമുള്ള പച്ചമുളക്, ഞാനൊരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും അതേപോലെ തന്നെ മല്ലിച്ചപ്പ് ചെറുതായി അരിഞ്ഞത് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ച് ചൂടായി വരുന്ന സമയത്ത് ഓരോ സ്പൂൺ ഒഴിച്ച് നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയതാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ഉൾവശം വെന്ത് വരുന്നതിന് സിമ്മിൽ വേണം വെച്ച് കൊടുക്കാൻ. ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് പൊങ്ങി വരാനാവുന്ന സമയത്ത് സിമ്മിൽ വെച്ച് കൊടുക്കാം. പൊങ്ങി വരുന്നില്ലെങ്കിൽ മുകളിലേക്ക് ഓയിൽ കോരി ഒഴിച്ചു കൊടുക്കുകയും ചെയ്യണം. ഇങ്ങനെ 2 വശവും തിരിച്ചും മറിച്ചു വിട്ട് കൊടുത്ത് നമുക്ക് കോരി മാറ്റാവുന്നതാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ മുട്ടസുർക്കയാണ് ഇത്. കണ്ണൂരിൻ്റെ സ്പെഷ്യലായിട്ടുള്ള അപ്പം കൂടിയാണ് മുട്ടയപ്പം എന്ന് പറയുന്നത്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. വളരെ സോഫ്റ്റാണ്, നല്ല ടേസ്റ്റിയാണ്. ഇതിന് കറി വേണമെന്നൊന്നുമില്ല, വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ.